ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. വളരെ സ്വതന്ത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ദി ബോഡി which has its name mentioned in the constitution and it derives power from the constitution. ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുള്ളതും ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ലഭ്യമാകുന്നതുമായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇനിയുള്ള അവസരങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. പഠിച്ചു തുടങ്ങാം, പഠിക്കേണ്ടത് മാത്രം. ഞങ്ങൾ പഠിപ്പിക്കും, അറിയേണ്ടത് മാത്രം. PSCtalks. വളരെ പ്രധാനപ്പെട്ട സ്വതന്ത്രമായ ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം? ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്? നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുക എന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് under which article of Indian Constitution, Article 324, 324 വകുപ്പ് പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ വകുപ്പിൽ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകൾ. അതായത് ഇന്ത്യയിൽ നമുക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഇവയെല്ലാം നടത്താനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള അധികാരത്തോടു കൂടി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് ആർട്ടിക്കിൾ 324 പ്രകാരമാണ്. 324. ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിലെ രാഷ്ട്രപതിയാണ്.